വയനാട് മുൻ ജില്ലാ സെക്രട്ടറി ഗഗാറിൻ കൂടി ചേരുന്നു. പി ഗഗാറിൻ, ഇന്നലെ KPCC സമിതി ഇവിടെ NM വിജയൻ്റെ വീട്ടിലെത്തിയിരുന്നു. മക്കളെ കണ്ടു, അവരെ ആശ്വസിപ്പിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ ശരിയുണ്ട് എന്ന് അവർ സമ്മതിച്ചു. ആ ഒരു സാഹചര്യത്തിൽ ഇന്നിപ്പോൾ IC ബാലകൃഷ്ണനെ, KK ഗോപിനാഥനെ, ND അപ്പച്ചനെ ഇവരെ പ്രതി ചേർത്തതിനെതിരെ ഇവർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുമോ? ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി ഇത്തരത്തിലൊരു പ്രതി ചേർക്കൽ നടന്നു എന്ന് അവർക്ക് ആരോപിക്കാൻ കഴിയുമോ ഗഗാറിൻ? ഇത് ജനങ്ങളെ സംബന്ധിച്ച് നേരത്തെ ആയിട്ടുള്ള കാര്യമാണ്. ഇതില് സഹകരണ സ്ഥാപനങ്ങളിൽ, പ്രത്യേകിച്ച് UDF നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ ആളുകളെ നിയമിക്കുമ്പോൾ ഈ രീതി അഴിമതി ഓർക്കെങ്കിലും ഇതിനു മുമ്പ് പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ അന്വേഷണങ്ങളും റിപ്പോർട്ടുകളും കോടതി വിധികളും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഇവരിത് തുടർച്ചയായി ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് വ്യക്തമാണ്. മാത്രമല്ല, ബാങ്കിനെ സംബന്ധിച്ച്, ബത്തേരിയെ സംബന്ധിച്ച് ഈ കത്തിൽ പരാമർശിക്കുന്ന ബത്തേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനെ സംബന്ധിച്ചും ഈ രണ്ട് ബാങ്കുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. നേരത്തെ തന്നെ ഇതിലൊന്നും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നം ഉദിക്കുന്നേ ഇല്ല. കാരണം ഇത് ഉന്നയിച്ചതും കോൺഗ്രസുകൾ തന്നെയാണ്. ഇതിലെ എല്ലാ കക്ഷികളും കോൺഗ്രസുമായി ബന്ധപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അതാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഇടതുപക്ഷ പാർട്ടികളോ പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ഒരു ആക്ഷേപമേ അല്ല അത്. ഈ ആക്ഷേപങ്ങൾ ഉയർന്നു വന്നത് തന്നെ കോൺഗ്രസിനകത്തുള്ള അകത്തു നിന്നാണ് ഇത് ആദ്യം ഉയർന്നു വരുന്നത്. അതിന് തുടർന്നാണ് വ്യത്യസ്തങ്ങളായ അന്വേഷണങ്ങൾ നടന്നിട്ടുള്ളത്. കോൺഗ്രസ് തന്നെ KPCC നേരത്തെ നടത്തി ചില നടപടികൾ എടുത്താണ്. അത് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ആക്ഷേപം കോൺഗ്രസുകാർ തന്നെ ഇവിടെ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. നടപടി യഥാർത്ഥത്തിൽ എടുക്കേണ്ട ആളുകൾ എടുക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി കോൺഗ്രസ് ചില നിലപാടുകൾ നേരത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ നേരത്തെ ഇടപെട്ടതാണ്, എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കി അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ എല്ലാവരും തൂങ്ങുമെന്ന് KPCCയുടെ പ്രസിഡന്റ് തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉന്നയിച്ചതല്ല, അവരുടെ ഇടയിൽ തന്നെയുള്ള വളരെ വ്യക്തമായിട്ട് ശരിക്കും നടന്നിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴാണ് ഒരു പാവം കോൺഗ്രസ് നേതാവിന്റെ ആത്മഹത്യയും അയാളുടെ മകന്റെ മരണവും ഇതിന്റെ ഭാഗമായി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കക്ഷികൾ ചേർക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഈ അന്വേഷണം വളരെ ശക്തമായിട്ട് ഇതിലെ മുഴുവൻ പ്രതികളെയും അന്വേഷിച്ച് അറസ്റ്റ് ചെയ്ത് അവരെ തുറുങ്കിലടയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടത്. കാരണം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. സ്ഥാപനങ്ങളിൽ അധികാരം നേടുക, ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുമ്പോൾ കാശ് വാങ്ങുക, എന്നിട്ട് പാവപ്പെട്ട മനുഷ്യർ സ്വത്തടക്കം വിറ്റിട്ട് ഇങ്ങനെ കാശ് കൊടുത്ത്, ആ കാശ് കൊടുത്തിട്ടും ജോലി കിട്ടാത്തവരാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അവിടെ ഈ 3 ബാങ്കിലും, ബത്തേരിയിലെ 3 ബാങ്ക്, കാർഷിക വികസന ബാങ്ക്, സർവീസ് സഹകരണ ബാങ്ക്, അർബൻ ബാങ്ക്, ഈ 3 ബാങ്കിലും അവർ നിയമിച്ച ആളുകളെടുത്ത് ഇതുപോലെ ലക്ഷം വാങ്ങിയിട്ടുണ്ട്. നിയമിക്കാത്തവരുടെ പ്രശ്നം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. നിയമിച്ചവരുടെ പ്രശ്നമുണ്ട്. ആ നിയമിക്കപ്പെട്ടവരും ഇതുപോലെ കാശ് കൊടുത്ത് തന്നെ നിയമനം നേടിയവരാണ്. അതുകൊണ്ടാണ് കാർഷിക വികസന ബാങ്കിലെ നിയമനങ്ങൾ റദ്ദ് ചെയ്യണമെന്ന് ഹൈക്കോടതി തന്നെ ഹൈക്കോടതിയുടെ വിധി ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ ഇത് ഇവർ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങളുടെ പ്രതിനിധിയായി വരിക, ജനങ്ങളുടെ അടുത്ത് കാശ് വാങ്ങുക, ഈ രീതിയിൽ നടത്തുന്ന തുടർച്ചയായ തട്ടിപ്പാണ്. അതുകൊണ്ട് ഇതിലൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമൊന്നുമില്ല. കുറ്റവാളികളെ മുഴുവൻ പുറത്തു കൊണ്ടുവന്ന് അവരുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കുന്നതിന് ഈ സന്ദർഭം ശരി രീതിയിൽ പ്രയോഗിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം. തീർച്ചയായിട്ടും അതിന് വയനാട്ടിലെ ജനങ്ങൾ ഒരു ശരിക്കു വേണ്ടിയിട്ടുള്ള പോരാട്ടമായിട്ട് തന്നെ ഈ പ്രവർത്തനത്തെ ഏറ്റെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശ്രീ ഗഗാറിൻ, ആദ്യം കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചത് IC ബാലകൃഷ്ണനെയും അതുപോലെ തന്നെ ഗോപിനാഥനെയും അപ്പച്ചനെയും ഒക്കെ അങ്ങ് സംരക്ഷിച്ച് പോകാം, വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല, എന്തായാലും NM വിജയൻ ആത്മഹത്യ ചെയ്തു, ആ വിഷയം അവസാനിച്ചു എന്നായിരുന്നു. പക്ഷേ ആ കുടുംബം ശക്തമായി രംഗത്ത് വന്നതോടുകൂടി ഇവർക്ക് നിൽക്കക്കള്ളി ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ NM വിജയന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ IC ബാലകൃഷ്ണന്റെ കുടുംബത്തോടൊപ്പം നിൽക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നത് NM വിജയന്റെ കുടുംബത്തെ താൽക്കാലികമായി ഒന്ന് ആശ്വസിപ്പിച്ച് കൂടെ നിർത്തി ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഘട്ടം കടന്നു പോകാം എന്നുള്ള ഒരു നിലപാടാണോ?
അല്ലല്ല, അതെല്ലാം ആളുകളുടെ പിന്നെ ഞങ്ങൾ കുടുംബത്തോട് എന്ന് ഒരു ദിവസം പറഞ്ഞാൽ പിറ്റേ ദിവസം വേറൊരു നേതാവ് മാറ്റി പറയും. അതാ കോൺഗ്രസിന്റെ രീതി. രണ്ട് ഭാഗത്തും അവർ പറയും. കോൺഗ്രസിന് അതിന് സൗകര്യമുണ്ട്. കാരണം ഓരോ നേതാവും ഓരോ കൊമ്പിൽ നിൽക്കുന്നതുകൊണ്ട് കോൺഗ്രസിലെ ഒരു നേതാവ് ഒരാളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു നേതാവ് വേറൊരു കൂട്ടത്തിൽ നിന്ന് കൂടെ നിർത്തുന്ന കോൺഗ്രസിന്റെ ഒരു മായാജാലാണത്.